നാട്ടിക എം.എൽ.എ. സി സി മുകുന്ദന്റെ വീടിന്റെ ജപ്തി ഒഴിവാക്കാൻ CPI വരും. പ്രശ്നത്തിൽ ഇടപെടാൻ ജില്ലാ നേതൃത്വത്തിനെ CPI സംസ്ഥാന നേതൃത്വം ചുമതലപ്പെടുത്തി കഴിഞ്ഞു. വീട് ജപ്തി ചെയ്യുന്നത് പാർട്ടി നോക്കി നിൽക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം 24നോട് പറഞ്ഞു. അതായത് പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ കൗൺസിൽ ഇടപെടും. നേതാവാണ്, മന്ത്രി, MLA ആണ്, എല്ലാമാണ്. പക്ഷേ മുകുന്ദന്റെ വീട് ജപ്തി ചെയ്യപ്പെടാൻ പോവുകയാണ്. ആ ഒരവസ്ഥ ഉണ്ടാകുമ്പോഴത്തേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈകിട്ട് നിൽക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇന്നലെ തന്നെ വിട്ടുപോയിരുന്നു. മുകുന്ദനെ കണ്ടിരുന്നു. ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പാർട്ടിയുടെ ജില്ലാ കൗൺസിലിന്റെ മുൻകൈയിൽ മുകുന്ദന്റെ കടം വീട്ടി ആ ജപ്തി ഒഴിവാക്കേണ്ട കാര്യങ്ങൾ അടിയന്തരമായിട്ട് പാർട്ടി ചെയ്യും. അതുപോലൊരു സഹായത്തിന്റെ അത്തരമൊരു ജീവിതാവസ്ഥയിൽ പ്രതിസന്ധി ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ കൈവിടില്ല. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നതനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജപ്തി അല്ലെങ്കിൽ കടം വീട്ടാൻ CPI തന്നെ ഇറങ്ങുമെന്നല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നാട്ടിക MLA CC മുകുന്ദന്റെ 18 ലക്ഷം രൂപയുടെ വായ്പാ കുടിശ്ശിക തീർക്കാൻ CPI സംസ്ഥാന നേതൃത്വം ഇടപെടും. അതിനുള്ള നിർദ്ദേശം CPIയുടെ തൃശൂർ ജില്ലാ നേതൃത്വത്തിന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഇന്നലെ തന്നെ തൃശൂർ ജില്ലാ സെക്രട്ടറി KB ശിവാനന്ദൻ ഈ മുകുന്ദന്റെ വീട്ടിലെത്തി കാര്യങ്ങൾ മനസ്സിലാക്കി. ഇതനുസരിച്ച് മറ്റ് പ്രധാന നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച് അവിടെ വായ്പ തീർക്കാനുള്ള നടപടിയെടുക്കും. സഖാവിന്റെ ഇത്തരമൊരു അവസ്ഥയിൽ അത് പാർട്ടി നോക്കി നിൽക്കില്ല. അതിനുള്ള രാഷ്ട്രീയ ബോധ്യം CPIയുടെ ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഉണ്ട് എന്നാണ് ബിനോയ് വിശ്വമായി ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്. അതനുസരിച്ചുള്ള ഇടപെടൽ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. CC മുകുന്ദനെ വീട് ജപ്തി ചെയ്യേണ്ടി വരില്ല, അദ്ദേഹത്തിന് കിടക്കാട് നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാക്കില്ല, അതിന് CPI അനുവദിക്കില്ല എന്ന നിലപാടാണ് സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. ശ്രീജിത്ത്, എന്തായാലും ഈ CC മുകുന്ദന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ജപ്തി ഒഴിവാക്കാൻ വേണ്ടി കടം CPI അടയ്ക്കട്ടെ. അഥവാ CPIക്ക് അതങ്ങനെ ഏതെങ്കിലും കാരണത്താൽ അടയ്ക്കാൻ കഴിയാതെ പോയാൽ നമുക്കൊരു വഴി നോക്കാം. ആർ ശ്രീജിത്ത്.